കൈകൾ രണ്ടും ചിത്മുദ്രയിലോ മടിയിലോ വെച്ച് വളരെ സ്വസ്ഥമായി പരമാവധി ചലനരഹിതമായി ഇരിപ്പുറപ്പിക്കുക. അടുത്തതായി ദേഹാവബോധം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശരീരഭാഗങ്ങളെ ഒന്നൊന്നായി വിശ്രാന്തിയിലേക്ക് കൊണ്ടുവരിക. ആദ്യമായി മുഖത്തിലെ മസിലുകൾ വിശ്രാന്തിയിലേക്ക് കൊണ്ടുവരിക. തുടർന്ന് തോൾ ഭാഗത്തിലെ മസിലുകൾ വിശ്രാന്തിയിലേക്ക് കൊണ്ടുവരിക. അടുത്തതായി മാറിടത്തിലെ മസിലുകൾ പൂർണ്ണമായും വിശ്രാന്തിയിലാഴ്ത്തുക. അടുത്തതായി കൈകളിലെയും കാലുകളിലെയും മസിലുകൾ വിശ്രാന്തിയിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ശരീരഭാഗങ്ങൾ പൂർണ്ണമായും വിശ്രാന്തിയിലാഴ്ന്നിരിക്കുന്നു. ഇപ്പോൾ ശരീരഭാഗങ്ങൾ പൂർണ്ണമായും വിശ്രാന്തിയിലാഴ്ന്നിരിക്കുന്നു. ഇപ്പോൾ ശരീരം പൂർണ്ണമായും വിശ്രാന്തി അനുഭവിക്കുന്നു. അടുത്തതായി മനസ്സിനെ മോഹഭീതികളിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി മനസ്സിനെ ശ്വസനത്തിലേക്ക് കൊണ്ടുവരിക. ആദ്യം ദീർഘമായി ശ്വസിക്കുക. അത് കഴിഞ്ഞാൽ വളരെ സ്ലോവിൽ ഉച്ഛ്വസിക്കുക. ശ്രദ്ധ പൂർണ്ണമായും ശ്വസനത്തിൽ തന്നെ നിലനിർത്തുക. ശ്വസനത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കുക. മനസ്സ് പൂർണ്ണമായും ശ്വസനത്തിൽ നിലനിൽക്കട്ടെ. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മനസ്സിനെ വേണമെങ്കിൽ ബ്രഹ്മഭാവം ഓർമ്മിപ്പിക്കാൻ വേണ്ടി സോഹം എന്ന മന്ത്രം കൂടി കൂട്ടിച്ചേർക്കാം. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ സോ എന്നും, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അഹമെന്നും ജപിക്കുക. സോഹമെന്നാൽ ബ്രഹ്മം ഞാനാകുന്നു. ശ്വസനത്തോടൊപ്പം ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ സ എന്നും അല്ലെങ്കിൽ സോ എന്നും, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അഹമെന്നും മനസ്സുകൊണ്ട് ജപിക്കുക. സോ ഹം സോ
അടുത്തതായി ശ്വസിക്കുമ്പോൾ, ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ബ്രഹ്മഭാവം കൈവരിക്കുന്നതിനു വേണ്ടി ദിവ്യഗുണങ്ങളാകുന്ന സകല ചരാചര പ്രേമം, സർവഭൂതദയ എന്നീ ദിവ്യഗുണങ്ങളകത്തേക്ക് പ്രവേശിക്കുന്നതായും, അഹം എന്ന് പറയുന്ന ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ജീവഭാവത്തിൻ്റെ ഗുണങ്ങളാകുന്ന ലോകവാസന, ദേഹവാസന, ശാസ്ത്രവാസന ഇവ പുറത്തേക്ക് തള്ളിപ്പോകുന്നതായും നന്നായി ഭാവന ചെയ്യുക. അനുഭവിക്കുക, ആയിത്തീരുക. ദിവ്യഗുണങ്ങൾ, സകല ചരാചരങ്ങളോടുമുള്ള പ്രേമം, സകല ചരാചരങ്ങളോടുമുള്ള ദയ, ഇത് രണ്ടും അകത്തേക്കും ജീവഗുണങ്ങളാകുന്ന കാമക്രോധാദി വികാരങ്ങളും വാസനകളും പുറത്തേക്ക് തള്ളിവിടുക. തുടങ്ങാം. അടുത്തതായി ബാഹ്യമായി കാണുന്നതെല്ലാം താനാകുന്ന ബ്രഹ്മം തന്നെയാണെന്നുള്ള ബോധം കൈവരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ ജ്വലിച്ച് നിൽക്കുന്ന ബ്രഹ്മപ്രതീകമായ ജ്യോതിയിൽ മാത്രമായി കേന്ദ്രീകരിക്കുക. ഒരു കണ്ണാടിയിലെന്ന പോലെ ജ്യോതി പ്രകാശ സമാനമായി ജ്വലിച്ച് നിൽക്കുന്നത് നമ്മുടെ മനസ്സിൽ പതിയുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണപ്പെടുന്ന ജ്യോതി, ദിവ്യജ്യോതി, ബ്രഹ്മജ്യോതി, ആ ജ്യോതി ഇപ്പോൾ ജ്യോതി മാത്രമായി നമ്മുടെ മനസ്സിൽ പതിയുന്നു. സ്ക്രീൻ കാണുന്നില്ല, ചിരാത് കാണുന്നില്ല, ചിരാതിലെ തിരിയും കാണുന്നില്ല. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ജ്യോതി മാത്രമേ ദൃശ്യമാകുന്നുള്ളൂ. ഈ നിമിഷത്തിൽ നമ്മുടെ വ്യക്തിബോധത്തിൽ സർവവ്യാപിയായ ബ്രഹ്മജ്യോതി മാത്രമേ പതിയുന്നുള്ളൂ. ഇനി മെല്ലെ മെല്ലെ കണ്ണുകളടയ്ക്കുക. മിഴികളടയുന്നതോടെ ബ്രഹ്മജ്യോതി നമ്മുടെ മാറിടത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്നതായി സങ്കല്പിക്കപ്പെടുന്ന ആത്മീയ ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ഹൃദയകമലത്തിൽ സ്വസ്ഥാനത്ത് ജ്യോതി പ്രതിഷ്ഠിതമാവുകയും ചെയ്യുന്നു. ഇപ്പോൾ ബ്രഹ്മത്തെ തന്നെ ഇഷ്ടദേവതാ സങ്കല്പത്തോടെ ജ്യോതിയുടെ മധ്യത്തിലായി പ്രതിഷ്ഠിക്കാവുന്നതാണ്. ഹൃദയകമലം ഇപ്പോൾ ബ്രഹ്മപ്രകാശത്താൽ വ്യാപനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അടുത്തതായി ഇന്ദ്രിയങ്ങൾ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെന്ന വിഷയങ്ങളാൽ കളങ്കിതമായിട്ടുണ്ടെങ്കിൽ
അത്തരം ഇന്ദ്രിയങ്ങൾ ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമായതുകൊണ്ട് ബ്രഹ്മജ്യോതി ഇപ്പോൾ ഇന്ദ്രിയങ്ങളെ ദിവ്യവൽക്കരിക്കാൻ ആരംഭിക്കുന്നു. ഇപ്പോൾ ഹൃദയാന്തര്യാമിയായ ആത്മചൈതന്യം, ബ്രഹ്മചൈതന്യം ജ്യോതിയുടെ സ്വരൂപം കൈക്കൊണ്ടുകൊണ്ട് ആത്മീയ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട് രസനേന്ദ്രിയത്തിലേക്ക് പ്രവേശിച്ച് ഇപ്പോൾ രസനേന്ദ്രിയത്തെ പൂർണ്ണമായും ദിവ്യവൽക്കരിക്കാൻ ആരംഭിക്കുന്നു. രസനേന്ദ്രിയത്തെ ദിവ്യവൽക്കരിച്ചു കഴിഞ്ഞ ദിവ്യജ്യോതി, അഖണ്ഡജ്യോതി, ബ്രഹ്മജ്യോതി ശ്വസനേന്ദ്രിയത്തിലേക്ക് പ്രവേശിച്ച് ഘ്രാണേന്ദ്രിയത്തിലേക്ക് പ്രവേശിച്ച് ഘ്രാണേന്ദ്രിയത്തെയും പൂർണ്ണമായും ദിവ്യവൽക്കരിക്കുന്നു. ഘ്രാണേന്ദ്രിയത്തെയും ദിവ്യവൽക്കരിച്ചുകൊണ്ട് ബ്രഹ്മജ്യോതി, അദ്വൈത ജ്യോതി ദർശനേന്ദ്രിയങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ ബ്രഹ്മജ്യോതി രണ്ട് കണ്ണുകളിലേക്കും പ്രവേശിച്ച് ഇരുദർശനേന്ദ്രിയങ്ങളെയും പൂർണ്ണമായും ദിവ്യവൽക്കരിക്കാൻ ആരംഭിക്കുന്നു. ഇപ്പോൾ പൂർണ്ണമായും ദിവ്യവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. ദർശനേന്ദ്രിയങ്ങളിൽ നിന്ന് ദിവ്യജ്യോതി ശ്രവണേന്ദ്രിയങ്ങളിലേക്ക് പ്രവേശിച്ച് ശ്രവണേന്ദ്രിയങ്ങളെ പൂർണ്ണമായും ദിവ്യവൽക്കരിക്കുന്നു. അടുത്തതായി ബ്രഹ്മജ്യോതി ചിന്തകൾക്ക് കാരണമായ മസ്തിഷ്ക കോശങ്ങളെ ദിവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി ശിരോമധ്യത്തിലേക്ക് പ്രവേശിച്ച് മസ്തിഷ്ക കോശങ്ങളെ പൂർണ്ണമായും ദിവ്യവൽക്കരിക്കാൻ ആരംഭിക്കുന്നു. ഇപ്പോൾ ചിന്തകൾക്കും വിചാരങ്ങൾക്കും വികാരങ്ങൾക്കുമെല്ലാം കാരണമായ വിവിധ മസ്തിഷ്ക ഭാഗങ്ങൾ പൂർണ്ണമായും ദിവ്യവൽക്കരിക്കപ്പെടുന്നു. ഫ്രണ്ടൽ ലോബ്, പാരൈറ്റൽ ലോബ്, ടെമ്പററി ലോബ്, ഒക്സിപിറ്റൽ ലോബ് ഇപ്പോൾ വിചാരവികാരങ്ങളും സങ്കല്പങ്ങളുമെല്ലാം ശുഭകരവും ശ്രേഷ്ഠവും ദിവ്യവുമായി മാറിയിരിക്കുന്നു. ജ്യോതി ചൈതന്യം ഇപ്പോൾ മസ്തിഷ്കത്തിൽ നിന്ന് കൈകളിലേക്ക് പ്രവേശിച്ച് ഇരുകരങ്ങളിലെയും കളങ്കങ്ങളുണ്ടെങ്കിൽ ആ കളങ്കങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനായി ജ്യോതിയുടെ സാന്നിധ്യം കൊണ്ട് പൂർണ്ണമായും ദിവ്യവൽക്കരിക്കുന്നു. കൈകളിൽ നിന്ന് ബ്രഹ്മചൈതന്യം, ജ്യോതി ചൈതന്യം ഇപ്പോൾ പാദങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. പാദങ്ങളിലേക്ക് പ്രവേശിച്ച ഇരുപാദങ്ങളെയും ജ്യോതി ചൈതന്യത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് പൂർണ്ണമായും ദിവ്യവൽക്കരിക്കുന്നു. ഇപ്പോൾ പാദങ്ങളിൽ നിന്ന് ജ്യോതി ചൈതന്യം മുഴുവൻ ശരീരഭാഗങ്ങളെയും പൂർണ്ണമായി ദിവ്യവൽക്കരിക്കാൻ ആരംഭിക്കുന്നു. ഇപ്പോൾ ശരീരഭാഗങ്ങൾ ഓരോന്നോരോന്നായി പൂർണ്ണമായും ദിവ്യജ്യോതിയുടെ സാന്നിധ്യം കൊണ്ട് ദിവ്യവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതാ ജ്യോതി ചൈതന്യം ഇപ്പോൾ ഹൃദയകമലത്തിലേക്ക് തിരികെ പ്രവേശിക്കുന്നു.
ഇപ്പോൾ ജ്യോതി ചൈതന്യം, ബ്രഹ്മചൈതന്യം, അഖണ്ഡ ജ്യോതി ഹൃദയകമലത്തിൽ അതിദിവ്യപ്രഭയോടെ, കോടാനുകോടി സൂര്യപ്രഭയോടെ ഹൃദയ കമലത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു. ഇപ്പോൾ ഞാൻ യഥാർത്ഥ എന്നെ തിരിച്ചറിയാൻ ആരംഭിക്കുന്നു. ധ്യാനം ആരംഭിക്കുന്നു. ഞാൻ എന്നാൽ എന്നിൽ ദൃശ്യമാകുന്ന സ്ഥൂല ശരീരമെന്ന ബാഹ്യകവചം അഥവാ ആവരണം, കൂടാതെ സൂക്ഷ്മതലത്തിൽ മനസ്സെന്ന രണ്ടാമത്തെ കവചം, കൂടാതെ കാരണശരീരമെന്ന അതിസൂക്ഷ്മമായ മൂന്നാമത്തെ കവചം, അവയെ ചൈതന്യവത്താക്കുന്ന, അവയുടെ നിലനിൽപ്പിന് കാരണമായ നാമരൂപങ്ങളില്ലാത്ത ആത്മാവാകുന്ന ബ്രഹ്മമാകുന്ന ഞാനും എൻ്റെ കവചങ്ങളായ സ്ഥൂല, സൂക്ഷ്മ, കാരണ ശരീരങ്ങളും ഇതിനെയെല്ലാം ചൈതന്യവത്താക്കുന്ന അതിസൂക്ഷ്മമായ നാമരൂപങ്ങളില്ലാത്ത ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഞാനും ബ്രഹ്മമാകുന്ന ഞാനും ഇപ്പോൾ യഥാർത്ഥമായ എന്നിൽ നിന്ന് ഞാൻ ഇത്രയും കാലം ഞാനാണെന്ന് ധരിച്ചിരുന്ന പൊള്ളയായ പുറഞ്ചട്ടയായ സ്ഥൂല ശരീരത്തെ, വേദനയ്ക്കും രോഗത്തിനും മറ്റും കാരണമായ സ്ഥൂലദേഹത്തെ അഥവാ അന്നമയകോശത്തെ എന്നിൽ നിന്ന് വേർപെടുത്താൻ ആരംഭിക്കുന്നു. സ്ഥൂല ശരീരത്തെ അഥവാ അന്നമയകോശത്തെ എന്നിൽ നിന്ന് വേർപെടുത്താൻ ആരംഭിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്ന പ്രാരബ്ധ കർമ്മഫലം അനുഭവിക്കുന്നതിന് സ്വീകരിച്ച സ്ഥൂലദേഹത്തെ ഒന്ന് കണ്ടോളൂ. ശിരസ് മുതൽ പാദം വരെ, ശിരസ്, ശരീരം, പാദങ്ങൾ. ഇനി ഈ ശരീരത്തെ എന്നിൽ നിന്ന് ഇളക്കി മാറ്റി വേർപെടുത്തുന്നു. എന്നിൽ നിന്ന് വേർപെടുത്തുന്നു. ഇപ്പോൾ ചൈതന്യക്ഷയം സംഭവിച്ച സ്ഥൂല ശരീരം എന്നിൽ നിന്ന് വേർപെട്ട് മാറി നിൽക്കുന്നു. സ്ഥൂല ശരീരം എന്നിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നു. ചൈതന്യക്ഷയം സംഭവിച്ചിരിക്കുന്നു. ജഡസ്വരൂപമായി മാറിയിരിക്കുന്നു. പ്രാണനില്ല, ജീവചൈതന്യമില്ല. ഇപ്പോൾ സ്ഥൂല ശരീരത്തിൽ നിന്ന് ഞാൻ മോചനം നേടിയിരിക്കുന്നു. സ്ഥൂല ശരീരം എന്നിൽ നിന്ന് വേർപെട്ടപ്പോൾ എന്നിലുണ്ടായിരുന്ന ലോകചിന്ത, ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്ത, ഈ ദേഹത്തെക്കുറിച്ചുള്ള ചിന്ത അഥവാ ഓർമ്മകളെല്ലാം ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ ഞാൻ സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഞാനിപ്പോൾ സൂക്ഷ്മ ശരീരത്തിലാണ്. സ്ഥൂല ശരീരം നഷ്ടപ്പെട്ടതോടെ മനസ്സിപ്പോൾ പുതിയ ചിന്തകളെ സ്വീകരിച്ചിരിക്കുന്നു. പുതിയ ഓർമ്മത്തുരുത്തുകളെ സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ വിചാരങ്ങൾ, വികാരങ്ങൾ, പുതിയ ചിന്തകൾ എന്നിൽ കടന്നുകൂടിയിരിക്കുന്നു.
കാമ ക്രോധാദി വികാരങ്ങൾ കൊണ്ട് കലുഷിതമായ സൂക്ഷ്മദേഹം സന്തോഷ സന്താപങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി വന്നു ചേർന്ന സൂക്ഷ്മ ശരീരവും ഇപ്പോൾ ഞാൻ എന്നിൽ നിന്ന് വേർപെടുത്താൻ ആരംഭിക്കുന്നു. ഇപ്പോഴുള്ള ചിന്തകൾ നിലനിന്നാൽ പുനർജന്മത്തിന് കാരണമാകുമെന്നുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് സൂക്ഷ്മ ശരീരത്തെയും ഞാനിതാ എന്നിൽ നിന്ന് വേർപെടുത്തി മാറ്റാൻ ആരംഭിക്കുന്നു. ഓർമ്മകളുടെയും ചിന്തകളുടെയും ആഗ്രഹങ്ങളുടെയും കൂമ്പാരമായ മനസ്സ് എന്നിൽ നിന്ന് വേർപെടുന്നതായി അനുഭവപ്പെടുന്നു. ഓർമ്മകളുടെയും ചിന്തകളുടെയും ആഗ്രഹങ്ങളുടെയും കൂമ്പാരമായ മനസ്സ് എന്നിൽ നിന്ന് വേർപെടുന്നതായി അനുഭവപ്പെടുന്നു. വിചാരവികാരങ്ങളും ആഗ്രഹങ്ങളും നാമരൂപാദികളും എല്ലാം മാഞ്ഞ് മറഞ്ഞ് ഇല്ലാതായി വരുന്നു. ഇതാ ഞാനിപ്പോൾ സുഷുപ്തി ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബോധമാകുന്ന ഞാൻ ആദ്യമായി സ്വയം സ്വീകരിച്ച ശരീരം, ഏകമായിരുന്ന് എന്നെ തന്നെ അനുഭവിക്കുന്നതിനായി, ആനന്ദം അനുഭവിക്കുന്നതിനായി, ദ്വൈതഭാവം കൈവരിക്കുന്നതിനായി സ്വീകരിച്ച കാരണ ശരീരം എനിക്കിപ്പോൾ ആത്മാവാകുന്ന എന്നെ തന്നെ അനുഭവിക്കാനാകുന്നു. ഇപ്പോൾ ലോകമില്ല, വാസനകളില്ല, സുഖകരമായ അവസ്ഥ കൈവന്നിരിക്കുന്നു. ആനന്ദത്തെ അനുഭവിക്കാനാകുന്നു. സ്വപ്നങ്ങളില്ലാത്ത സുഖ ശീതള ഗാഢസുപ്തിയിലാണ് ഞാനിപ്പോൾ ദിവ്യാനന്ദം അനുഭവിക്കുന്നു. ഒരു കുറവ് മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ. ദ്വൈതഭാവം എന്നെ വിട്ടുപോയിട്ടില്ല. ആ ഒരു കളങ്കം മാത്രമേ എന്നിൽ നിലനിൽക്കുന്നുള്ളൂ. ഞാനിപ്പോൾ എന്നെ തന്നെ അനുഭവിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ച സൂക്ഷ്മ ശരീരത്തെയും എന്നിൽ നിന്ന് വേർപെടുത്താൻ ആരംഭിക്കുന്നു. മെല്ലെ മെല്ലെ ദ്വൈതഭാവം നിലനിർത്തിയിരുന്ന, ഞാനല്ലാതെ മറ്റൊന്നുണ്ട് എന്നുള്ള ചിന്തയെ നിലനിർത്തിയിരുന്ന കാരണ ശരീരത്തെയും ഞാനിതാ ഉപേക്ഷിക്കാൻ തുടങ്ങുന്നു. ഞാനിപ്പോൾ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ നിന്നെല്ലാം മോചനം നേടിയിരിക്കുന്നു. ഇപ്പോൾ എല്ലാവിധത്തിലുള്ള പരിമിതികളും പരിധികളും പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. എനിക്കിപ്പോൾ ദേഹമെന്ന പരിമിതിയില്ല, ദേഹമെന്ന ഉപാധിയില്ല. ഞാനിപ്പോൾ ഉപാധിരഹിതനാണ്. ദേശമെന്ന പരിമിതിയില്ല, സമയം അഥവാ കാലമെന്ന പരിധിയില്ല. ഞാനിപ്പോൾ സർവവ്യാപിയായിരിക്കുന്നു. ഞാനിപ്പോൾ ദേശകാലങ്ങൾക്കതീതനായിരിക്കുന്നു. എനിക്ക് ജന്മമില്ല, എനിക്ക് മരണമില്ല, എനിക്ക് ജരാനരകളില്ല. ഞാനിപ്പോൾ ആകാശസമാനമായി, സർവവ്യാപിയായി, സർവ അന്തര്യാമിയായി, സർവശക്തനായി മാറിയിരിക്കുന്നു, സർവജ്ഞനായി മാറിയിരിക്കുന്നു. ഞാൻ നിത്യനായി, ജ്ഞാനസ്വരൂപനായി, ആനന്ദമായി, ആദിമധ്യാന്തങ്ങളില്ലാത്ത ബ്രഹ്മമായി മാറിയിരിക്കുന്നു. അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി. ഞാൻ ബ്രഹ്മമാകുന്നു. ഞാൻ പൂർണ്ണമായും ശുദ്ധബോധാവസ്ഥയിലാണ്. ഞാൻ പ്രജ്ഞാവസ്ഥയിലാണ്. ഞാൻ ശുദ്ധബോധമായി മാറിയിരിക്കുന്നു. ആനന്ദോഹം. ഞാൻ ദിവ്യാനന്ദമാകുന്നു.
ഇത്തരമൊരു ബോധം കൈവരിക്കുന്നതിന് വേണ്ടി കിട്ടിയ മനുഷ്യ ശരീരത്തെ, മനുഷ്യജന്മത്തെ ഞാനിതാ ഉപയോഗപ്പെടുത്തി ബ്രഹ്മഭാവം കൈവരുത്തിയിരിക്കുന്നു, ബ്രഹ്മഭാവം കൈവന്നിരിക്കുന്നു. അനുഭവിച്ചോളൂ. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു, ഞാൻ ബ്രഹ്മാനന്ദമനുഭവിക്കുന്നു, ഞാൻ ദിവ്യസ്നേഹമാകുന്നു, ഞാൻ ആനന്ദമാകുന്നു, ഞാൻ ദിവ്യാനന്ദമാകുന്നു, ഞാൻ ആനന്ദമാകുന്നു. അടുത്തതായി പ്രാരബ്ധക്ഷയത്തിനായി സ്വീകരിച്ച സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെ അല്ലെങ്കിൽ ഓർമ്മത്തുരുത്തുകളെയും മറ്റും ഞാൻ സൃഷ്ടിച്ച ലോകത്തെ, എന്നിൽ തന്നെ കുടികൊള്ളുന്ന ലോകസ്മരണയെ ഞാൻ സ്വയം സ്വീകരിക്കുന്നു. ആദ്യം കാരണ ശരീരത്തെ സ്വീകരിക്കുന്നു. ഇപ്പോൾ ദ്വൈതഭാവം വരുന്നു. ഇപ്പോൾ ഞാൻ പഴയ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരുന്നു. ആ പഴയ ഓർമ്മകളിലേക്ക് ആ മനസ്സിനെ, സൂക്ഷ്മ ശരീരത്തെ സ്വീകരിക്കുന്നു. ഇപ്പോൾ അതേ വിചാരവികാരങ്ങൾ, നേരത്തെ ഉണ്ടായിരുന്ന അതേ വിചാരവികാരങ്ങളോടുകൂടി ഞാനിപ്പോൾ സൂക്ഷ്മ ശരീരത്തിലാണ്. ഞാനിപ്പോൾ വീണ്ടും സ്ഥൂല ശരീരത്തെയും പഴയ ഓർമ്മകളുള്ളത് കൊണ്ട്, പുനർജന്മമെടുക്കാതിരുന്നത് കൊണ്ട്, പഴയ ഓർമ്മകൾ തന്നെ നിലനിർത്തിക്കൊണ്ട് ഞാനിത് അതേ സ്ഥൂല ശരീരത്തെയും സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ പഴയ മനുഷ്യ ശരീരം, സ്ത്രീ അഥവാ പുരുഷ ശരീരം തിരികെ ലഭിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ ബ്രഹ്മമാകുന്ന ഞാനിപ്പോൾ 3 ഉപാധികളോടുകൂടി ഉപാധി ബ്രഹ്മമായി അറിയപ്പെടുന്നു. ഞാനിപ്പോൾ 3 കവചങ്ങളെ ധരിച്ചിരിക്കുന്നു. പക്ഷെ ഞാൻ പൂർണ്ണ ബോധമുള്ളവനാണ്, ഞാൻ ബ്രഹ്മമാകുന്നു എന്നുള്ളത്. ഞാൻ ബ്രഹ്മമാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ഞാൻ മുന്നോട്ട് പ്രയാണം ചെയ്യുന്നു. ഞാനിതാ പുനർജനിച്ചിരിക്കുന്നു. ഇപ്പോൾ കാണപ്പെടുന്ന ദൃശ്യങ്ങളിലെ യാഥാർത്ഥ്യത്തെ ഞാൻ തിരിച്ചറിയുന്നു. അവയെല്ലാം നിലനിൽക്കുന്നത് ഞാനാകുന്ന ബോധത്തിലാണെന്നും ഞാൻ തിരിച്ചറിയുന്നു. ഞാനിപ്പോൾ 3 അവസ്ഥകൾക്കും സാക്ഷിയായി നിലകൊള്ളുന്നു. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകൾക്ക് സാക്ഷിയായി നിലകൊള്ളുന്നു. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി എല്ലാവരും കൈകൾ നമസ്കാരമുദ്രയിലേക്ക് കൊണ്ടുവരിക. 2 കൈപ്പത്തികളും പരസ്പരം തലോടുക. എന്നിട്ട് 2 കൈപ്പത്തികളും കണ്ണുകൾക്ക് മുൻപിലായി പിടിക്കുക. എന്നിട്ട് കൈകളിലേക്ക് നോക്കുക. ഇപ്പോൾ ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദിവ്യജ്യോതി അനുഭവിക്കാനാകുന്നു. ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ, ശരീരങ്ങളുള്ളതും ശരീരങ്ങളില്ലാത്തതും, നാമരൂപങ്ങളുള്ളതും നാമരൂപങ്ങളില്ലാത്തതുമായ ബ്രഹ്മത്തെ
കണ്ണടച്ചാൽ ദൃശ്യമാകുന്നു, കണ്ണ് തുറന്നാലും ദൃശ്യമാകുന്നു. ഈ ദിവസം സ്വസ്ഥമായി മുന്നോട്ട് പോകട്ടെ. ദിവ്യസ്നേഹം കൊണ്ട് നിറയട്ടെ. ദിവ്യജ്ഞാനം കൊണ്ട് നിറയട്ടെ. ശാന്തി ശാന്തി ശാന്തി. അല്പസമയം കണ്ടിന്യൂ ചെയ്തോളൂ.